BCK ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇപ്പോൾ കുരുമുളക് പറിക്കുന്ന തിരക്കിലാണ്. നമ്മളെല്ലാവരും കുരുമുളക് പറിക്കുന്നത് ഇച്ചിരി ശ്രമകരമായ ഒരു പണിയാണെങ്കിലും പറിച്ചാൽ പെട്ടെന്ന് തന്നെ സ്പീഡിൽ പറിച്ചെടുക്കാനുള്ള പല രീതികളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മുളക് പറിക്കുന്ന ഇതിൻ്റെ താങ്ങുമരം എന്ന് പറഞ്ഞൊരു പ്ലാവാണ്. ഈ പ്ലാവ് ഇതിൻ്റെ മുകളിലായിട്ട് മുളക് നിൽപ്പുണ്ട്. ഈ മുളക് പറിക്കണമെങ്കിൽ രണ്ട് രീതിയിലുള്ള മെത്തേഡുകൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റായിട്ടൊന്ന് ഇത് കയറുകയാണ്. കയറുമ്പോൾ ഇതിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ മുകളിലേക്ക് ചെല്ലും തോറും ഈ പ്ലാവ് വളഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. മുകളിൽ മുളക് പഴുത്ത് മുകളിൽ നിൽപ്പുണ്ട്. ഇതെങ്ങനെ പറിക്കാൻ പറ്റും? ഇത് കയറുന്നത് നോക്കി ഇതുപോലെ തന്നെ വളഞ്ഞു പോവുകയാണേ. ഈ രീതി നമുക്ക് യാതൊരു കാരണവശാലും മുളക് പറിക്കാൻ പറ്റത്തില്ല. നേരെ ഇത് വളഞ്ഞു പോവും. ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. അതാണിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഏത് വൃക്ഷമാണേലും കൊടിക്ക് താങ്ങുകാലായിട്ട് കയറ്റി വിട്ടേക്കുന്ന മരം വളയുന്ന മരമാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഏണി വെച്ച് മുളക് പറിച്ചെടുക്കാം. ഇതിപ്പോൾ പ്ലാവാണ്. പലരും കുരുമുളകിന് താങ്ങ് മരമായിട്ട് മുരിക്ക് വയ്ക്കാറുണ്ട്. പ്ലാവ്, അതുപോലെ തന്നെ നമ്മുടെ വേമ്പ്, അങ്ങനെയുള്ള പല തടികളാണ്. ഇപ്പം നമ്മുടെ മലവേമ്പെന്ന് പറഞ്ഞ ഒരു മരത്തെ താങ്ങ് ആയിട്ട് കുരുമുളക് വള്ളി കയറ്റി വിടുന്നുണ്ട്. പക്ഷേ ഇത് വളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള മുളക് പറിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് ഇതിപ്പോൾ 20 അടിയുടെ അലുമിനിയം ഏണിയാണ്. ഇതിനെ നമ്മൾ ഈ താങ്ങ് മരത്തിനോട് ചേർന്ന് ഒരു വള്ളി കെട്ടുക. എപ്പോഴും ഇതുപോലെ ഒരു പൈപ്പേൽ അടിവശത്ത് എപ്പോഴും ഒരു വള്ളി നമ്മളിങ്ങനെ കെട്ടിയിട്ടിരിക്കണം. ഒന്ന് മുകളിൽ കെട്ടാനും അതുപോലെ തന്നെ താഴെ 2 വള്ളി എപ്പോഴും മസ്റ്റായിട്ട് കുരുമുളക് പറിക്കുന്നവർ ഈ ഏണിയോട് ചേർന്ന് തന്നെ കെട്ടിയിരിക്കണം. ഒരു വള്ളി കെട്ടിയിട്ടിരിക്കണം. ഫസ്റ്റ് കെട്ടെന്ന് പറഞ്ഞാൽ മരത്തിനോട് ചേർന്ന് തന്നെ ഈ ഏണി കുത്തിച്ചേരുക. അതിനുശേഷം വള്ളി കൊണ്ട് വലിഞ്ഞു മുറുക്കി മാക്സിമം അടുപ്പിച്ച് കിട്ടുക. ഏത് രീതി വളയുന്നതാണെങ്കിൽ പോലും ഏണി സ്ട്രെയിറ്റായിട്ട് നിന്നോളും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിഭാഗത്ത് എപ്പോഴും താങ്ങുമരം സ്ട്രെയിറ്റായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ, നല്ല ബലത്തിലേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നേരെ നിൽക്കും. മുകളിലൊരു കെട്ടുകൂടെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിൽ നിന്ന് നല്ല കറക്റ്റായിട്ട് മുളക് പൊറിച്ച് താഴെ മുകളിൽ ഒരു കെട്ടും കൂടെ കെട്ടുവാണ്. ഈ മുകളിൽ നിന്നുള്ള മുളകും കൂടെ ഇതിൻ്റെ കൂടെ പറിക്കുവാണ്. രണ്ടാമത്തെ കെട്ട് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ നേരെ മുകളിലോട്ട് ബാക്കിയുള്ള മുളക് പറിച്ചെടുക്കുവാണ്. എന്താ സ്ട്രെയിറ്റായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും, ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വളയത്തില്ല. ഇനി നമുക്ക് നിന്ന് ഇതുപോലെ തന്നെ മൂന്ന് കൈവിരൽ കൂടുന്ന വണ്ണമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്നത്. അല്ല, ഇത് വളഞ്ഞ് വില്ല് പോലെ വളയേണ്ട ഒരു പ്ലാവായിരുന്നു. ഉണ്ടോ, സ്ട്രെയിറ്റായിട്ട് തന്നെ നിൽക്കുന്നത്. അല്ല, ഇപ്പോൾ ഇത് വളഞ്ഞു പോകേണ്ടതാണ്.
ഇപ്പോൾ ഇത് മുകളിലത്തെ എല്ലാ മുളകും പറിച്ചെടുത്തിരിക്കുകയാണ്. ഈ വള്ളി അഴിക്കുകയാണ്. വള്ളിയും ലാസ്റ്റത്തെ വള്ളിയും കൂടെ അഴിച്ചെടുത്തു. ഉണ്ടോ, ഈ വള്ളിയിലാണ് ഇതിൻ്റെ പിടിയെല്ലാം നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് എത്ര മുകളിലുള്ള മുളകാണേലും ഈ വളഞ്ഞ് പോകുന്ന താങ്ങുകാലിനെ ഇതുപോലെ തന്നെ ഏണി കെട്ടി വള്ളി ഈ അടിവശത്ത് കെട്ടുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇത് എല്ലാവർക്കും കുരുമുളകൊക്കെ പറിക്കുന്നവർക്ക് ഉപകാരമാകട്ടെ എന്നുള്ള ഓർത്ത് വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.